ഇന്ന് മധുര നാരങ്ങയില് ഒരു ഗസ്റ്റിന്റെ വിശേഷങ്ങളാണ്. നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകൻ. ഒരുപക്ഷെ ഈ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല, എന്നാൽ ഒരു പാട്ട് അതിൻ്റെ ഏതാനും വരികൾ മാത്രം എടുത്ത് പറഞ്ഞാൽ മതി. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. എവിടെ നോക്കിയാലും ആ പാട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കവർ സോങ്, ഇങ്ങനെ പല രീതിയിലെ പാട്ട് നമുക്ക് വല്ലാണ്ട് ഇഷ്ടമായി കഴിഞ്ഞു. ആ പാട്ട് ഇറങ്ങിയ സമയത്ത് അത്രത്തോളം ഓളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്കെല്ലാം പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ സാറാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്. ഈ സംഗീത സംവിധായകന്റെ പേര് ജയരാജ് എന്നാണ്. മനസ്സിലായോ? ആരാണെന്ന് മനസ്സിലായോ? എനിക്കറിയാൻ മനസ്സിലായില്ലെന്ന്. എന്നാൽ ഇനി കണ്ണീരൊന്നും വേണ്ട, ഇപ്പൊ മനസ്സിലായോ? യെസ്, അതിരൻ എന്ന സിനിമയിലൂടെ നമ്മളിലേക്ക് എത്തി ഒരുപാട് മികച്ച സിനിമകളിലെ മികച്ച ഗാനങ്ങൾ നമുക്കായി നൽകിയിട്ടുള്ള, ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി ശ്രീകുണ്ടിലെ ഗാനങ്ങൾ നമുക്കായി നൽകിയ നമുക്കേവർക്കും ജയഹരി ചേട്ടനെ ഇന്നത്തെ മധുര നാരങ്ങയിലേക്ക് സ്വാഗതം ചെയ്യാം. ജയഹരി ചേട്ടാ, ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ, അതോടൊപ്പം സ്വാഗതം ഇന്നത്തെ മധുര നാരങ്ങയിലേക്ക്. താങ്ക്സ് അലോട്ട് അരുൺ. മധുര നാരങ്ങയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ജയഹരി ചേട്ടാ, അതിരൻ എന്ന സിനിമയിലെ ഗാനങ്ങൾ ഏറെ മികച്ച ഗാനങ്ങൾ. പവിഴമഴ എന്ന ഗാനം, അതുപോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിയ കണ്ണീരൊന്നും വേണ്ട എന്ന് പറയുന്ന ഗാനം. ഞാൻ അതാണ് ആദ്യം ചേട്ടനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപക്ഷെ ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും പിടിയിട്ടില്ലായിരിക്കും. പക്ഷേ ആ പാട്ട് അല്ലെങ്കിൽ ആ വരികൾ മാത്രം മതി ജയഹരി ചേട്ടൻ ആരാണെന്ന് മനസ്സിലാകാൻ. അപ്പോൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു അതിനെന്ന സിനിമ ഇറങ്ങിയിട്ട്, അതായത് നമുക്കെല്ലാം പ്രിയപ്പെട്ട പാട്ടുകാരൻ, നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം പി ജയചന്ദ്രൻ സാറാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി, ആ പാട്ടിൻ്റെ കമ്പോസിങ്ങിൻ്റെ ഒരു ഭംഗിയൊക്കെ ഞങ്ങൾ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ആ പാട്ട് വമ്പൻ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എവിടെ നോക്കിയാലോ പാട്ടേ ഉള്ളൂ. ഇപ്പോൾ കവർ സോങ് ആയാലും അല്ലെങ്കിൽ റീൽസിലൊക്കെ ആയിരുന്നാലും ആ പാട്ട് മാത്രമേ ഉള്ളൂ. എന്ത് തോന്നുന്നു? ഹൗ യു ഫീൽ? വർഷങ്ങൾക്കിപ്പുറം ആ പാട്ട് വമ്പൻ ഹിറ്റായി മാറുന്നു എന്നറിയുമ്പോൾ ശരിക്കും ആ കാര്യം ഓർക്കുമ്പോൾ ഞാനും വണ്ടറടിച്ച് നിൽക്കുകയാണ്. എന്താണ് പെട്ടെന്ന് ഈ പാട്ട് ഇങ്ങനെ പൊങ്ങി വരാനും ഇത്രയധികം ഒരു വൈറൽ ആയി മാറാനും കാരണമുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഞാനിങ്ങനെ കുറച്ചൊരു 3 മാസം മുൻപ് വരെയൊക്കെ ഇങ്ങനെ ചില റീലുകളൊക്കെ എനിക്ക് നമ്മുടെ വിനായക് അയച്ചു തരും ഇൻസ്റ്റയിലോട്ട്, അല്ലെങ്കിൽ ചില റീൽസിൽ എന്നെ ടാഗ് ചെയ്ത് തന്നെ വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഈ പാട്ടിങ്ങനെ കുറച്ച് കയറി വരുന്നുണ്ട്. പിന്നെ ചില റീലുകളിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടൊക്കെ ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ അതിലെല്ലാം ഇനി കണ്ണീരൊന്നും വേണ്ടെന്ന് പറഞ്ഞ ഭാഗം തൊട്ടുള്ള പോർഷൻസ് ആണ് കാണുന്നത്. ഇതെങ്ങനെയാണ് ഒരു വൈറൽ, ഇത് തുടക്കം എവിടെ നിന്നാണ് എന്നുള്ളത് എനിക്ക് യാതൊരു പിടിയുമില്ല. പക്ഷേ ആദ്യകാലത്ത് ഒരു വീഡിയോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരു ടീച്ചർ, ഒരു സാറിന്, ഒരു അധ്യാപകന് കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ബർത്ത്ഡേ വിഷയം കണ്ട് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെല്ലാവരും കൂടെ ക്ലാസ് റൂമിൽ എണീറ്റ് ഈ പാട്ട് പാടുന്ന ഒരു വിഷയം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു വിഷ്വലാണത്. അതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഏറ്റവും വൈറലായ ഒരു വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുൻപ് ഉണ്ടാവാം, പക്ഷേ ഏറ്റവും അധികം വൈറലായത് അതാണെന്നാണ് തോന്നുന്നത്. ഞാൻ അതിൻ്റെ ഒരു കവർ വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആട്ടുതൊട്ടൽ കമ്പോസേഴ്സ് കവർ. അതിൽ ആദ്യം ഈ പ്രധാനപ്പെട്ട ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്ന റീൽസ് എല്ലാം ഞാൻ അതിനകത്ത് വീഡിയോ കൊളാഷ് ചെയ്തിട്ടുണ്ട്. അതിലാദ്യം തുടങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് എങ്ങനെയാണ് ഇത് പൊങ്ങി വന്നത് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നാലും ഈ പാട്ടിന് അന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിസപ്ഷൻ ഇപ്പം കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ജയഹരി ചേട്ടാ, ഈ പാട്ട്, അതായത് ഇനി കണ്ണീരൊന്നും വേണ്ട എന്ന് പറയുന്ന ഈ പാട്ട് എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വമ്പൻ ഹിറ്റാണ്, ഇപ്പോൾ ട്രെൻഡിങ് ആണ്. എന്നാൽ സിനിമ ഇറങ്ങിയ സമയത്ത്, അതായത് അതിരൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഹിറ്റായി മാറിയ പാട്ടാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഹരിശങ്കർ ആലപിച്ചിരിക്കുന്ന പവിഴമഴ എന്ന ഗാനം. അത് അന്നും ഇന്നും ഇനി എക്കാലത്തെ ഹിറ്റ് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ അതിരൻ എന്ന സിനിമയുടെ പാട്ടുകൾ കമ്പോസ് ചെയ്യാനായിട്ട് ജയഹരി ചേട്ടൻ എത്തപ്പെടുന്നത്? അതുപോലെ തന്നെ ഈ പാട്ടുകളോടുള്ള ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം ഉണ്ടാവുമല്ലോ. കാരണം അതിനാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ റെക്കഗ്നിഷൻ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞ ഒരു സിനിമയും പാട്ടുകളും ഒക്കെ അതിരനിലെ പാട്ടുകളാണ്, അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയോടും പാട്ടുകളോടൊരു പ്രത്യേക അടുപ്പം ഉണ്ടാവും. എന്താണ് ആ സിനിമയിലേക്ക് എത്തിയതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ആ പാട്ടിൽ കമ്പോസ് ചെയ്യാൻ എത്തിയതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ആ പാട്ടുകളോടുള്ള അടുപ്പത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആ 3 പാട്ടുകളിൽ ഏറ്റവും എളുപ്പം കമ്പോസ് ചെയ്ത പാട്ടാണ് പവിഴമഴ. ഒരൊറ്റ ട്യൂൺ മാത്രമേ ഇതിന് ചെയ്തിട്ടുള്ളൂ. അത് ഡയറക്ടറിൻ്റെ ബ്രീഫിംഗ് അനുസരിച്ച് ഡയറക്ടറും കൂടി ഇരുന്ന് വളരെ പെട്ടെന്ന് ഡയറക്ടർ കൂടെ ഇരുന്ന്, ഡയറക്ടർ ഒരു AD ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഇതിൻ്റെ കോ റൈറ്റർ അജയ് രാഹുൽ, പിന്നെ വിനായകും, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ട്യൂൺ വരുന്നു, താരാ തരരരേ താരാരേ എന്ന ട്യൂൺ വരുന്നു. വിനായക് അതിന് ലിറിക്സ് എഴുതുന്നു.
അങ്ങനെ ഇതിങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹുക്ക് എലമെന്റ് വേണം എന്ന് പറയുമ്പോഴേക്കും ഈ എവിടുന്നോ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു സാധനമാണ് അത് ഓൺ ദ സ്പോട്ട് അവൻ എഴുതുകയാണ് പവിഴമഴയെ എന്നൊരു വാക്ക്. അത് അപ്പം തന്നെ നമ്മൾ ലോക്കാക്കും. അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു കമ്പോസിങ് ശൈലിയായിരുന്നു. അപ്പോൾ ഇത് കമ്പോസ് സമയത്ത് പിന്നെ വിനായക് എന്നെ പറയാണ്, അണ്ണാ ഇത് ഹംസധ്വനിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹംസധ്വനി എന്ന രാഗം ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഞാനപ്പോൾ റിയലൈസ് ചെയ്യുന്ന അപ്പോഴാണ്. പിന്നെ അത് അങ്ങനെ വന്നത് കൊണ്ട് തന്നെ സെക്കൻഡ് അതിൻ്റെ പല്ലവി ചരണം പോർഷൻ എത്തിയപ്പോഴേക്കും അത് കുറച്ചൊരു സ്കെയില് മാറ്റി വേറൊരു സ്കെയിലിലോട്ട്, ഒരു മേജർ സെവൻത്ത് എന്ന് പറയുന്ന സ്കെയിലിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ കുറച്ച് കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിച്ചും ഒക്കെ ചെയ്തൊരു പാട്ടാണ് പവിഴമഴയെ. പിന്നെ ഹരിശങ്കറിലേക്ക് എത്തിയത് ആദ്യം ഇത് പാടാൻ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചത് വേറൊരു സിംഗറാണ്, തമിഴിലൊക്കെ പാടുന്ന സിംഗറാണ്. അദ്ദേഹം പിന്നീട് മലയാളത്തിൽ പാടിയിട്ടുണ്ട്, അന്ന് പാടിയിട്ടില്ല. പുള്ളിക്കാരൻ ഇതിലെ ഈ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ എന്ന് പറയുന്ന സ്ഥലം വരുമ്പോൾ ടങ് ട്വിസ്റ്റഡ് ആയി പോകുമോ എന്നുള്ളൊരു ഭയം കാരണം അദ്ദേഹത്തിന് വേണ്ടെന്ന് വയ്ക്കുന്നു. പക്ഷേ പിന്നീട് അടുത്ത ചോയ്സ് ഹരിശങ്കർ തന്നെയായിരുന്നു. ഹരിശങ്കർ അന്ന് ഹരി നമ്മുടെ ജീവാംശമായി എന്ന ഹിറ്റുണ്ട് ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറയുന്നു. ഹരി സ്റ്റുഡിയോയിലെത്തുന്നു, ഞങ്ങൾ പാടിച്ച് പവിഴമഴ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഫ്ലാറ്റായി. അപ്പോൾ പിന്നെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. അതങ്ങനെ അങ്ങ് മൂവിയായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ്. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് വർക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ആ പാട്ട് വർക്കാകുമോ, അല്ലെങ്കിൽ ഈ പാട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ബൈ ഗോഡ്സ് ഗ്രേസ് അവർക്കും ഇഷ്ടപ്പെട്ടു, ജനങ്ങളും അത് രണ്ട് കൈ നീട്ട് സ്വീകരിച്ചു. ഹാപ്പി. ചേട്ടാ, 2019 അതിരൻ എന്ന സിനിമയിലെ ഗാനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അതിരൻ റിലീസാവുന്ന 2019 ചേട്ടനെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ഒരു സമയം അപ്പോഴാണ്. അതിനുശേഷം 18 Hours എന്നൊരു സിനിമ ചെയ്തു. അതുപോലെ തന്നെ എല്ലാം സെറ്റാണ് എന്നൊരു ചിത്രം. പിന്നീട് 2023 അനു സിത്താരയും അതുപോലെ തന്നെ അമിത് ചക്കാലക്കിലും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട് സന്തോഷം എന്ന സിനിമ എത്തുന്നത്. അതിൽ ചിത്രാമ്മ പാടിയൊരു പാട്ടുണ്ട്, അതുപോലെ ഹരിശങ്കർ പാടിയ മനോഹരമായ ഒരു പ്രണയഗാനം. അങ്ങനെ 2 മനോഹരമായ ഗാനങ്ങളുള്ളൊരു സിനിമയാണ് സന്തോഷം. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് ചിത്ര ചേച്ചിയുമായിട്ടുള്ള ആ നിമിഷങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് ചിത്ര ചേച്ചി ആ പാട്ട് പാടണമെന്ന് ജയഹരി ചേട്ടൻ തീരുമാനിക്കുന്നതും ചിത്ര ചേച്ചിയുമായിട്ടുള്ള ആ നിമിഷങ്ങൾ, റെക്കോർഡിംഗ് സെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഈ സിനിമയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ആദ്യം ട്യൂൺ ചെയ്യുന്നത് പൂമ്പൈതലി എന്ന് പറഞ്ഞ ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. ആ പാട്ട് ട്യൂൺ ചെയ്യുന്നു, അത് ലിറിക് എഴുതുന്നു. പിന്നീട് അതിൻ്റെ അനുപല്ലവി ചെയ്യുന്നത് ഞാൻ ഡയറക്ടറായ അജിത്തേട്ടനുമായിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ്. പല്ലവി ഞാൻ എൻ്റെ ഒരു സോളിറ്റ്യൂഡിൽ ഇരുന്നിട്ട് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് അജിത്തേട്ടനെ കേൾപ്പിക്കായിരുന്നു. അജിത്തേട്ടനെ കേട്ടപ്പോൾ തന്നെ അത് ലോക്ക് ചെയ്തു. ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ആരെ കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയട്ടെ, ഒരു മിനിറ്റ് പോലും ഒരു ഓപ്ഷനിലോട്ട് പോകേണ്ടി വന്നില്ല. KS ചിത്ര എന്നങ്ങ് പറയുമായിരുന്നു ഞാൻ. അവരത് സമ്മതിക്കാൻ അതിൻ്റെ അത്ര പോലും നിമിഷം വേണ്ടി വന്നില്ല. ലോക്ക് ചെയ്തോളൂന്ന് പറഞ്ഞു. ഇത് ചിത്ര ചേച്ചി തന്നെയാണ് പാടാൻ പോകുന്നത്. അന്ന് നമുക്ക് കോവിഡിൻ്റെ ഒക്കെ ഒരു 2022 തുടക്കത്തിലാണ് ഇതിൻ്റെ റെക്കോർഡിങ്. അപ്പോൾ കോവിഡിൻ്റെ ഒക്കെ നമ്മൾ എപ്പോഴും മാസ്ക് ഒക്കെ ഇട്ട് പുറത്തോട്ടിറങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചെന്നൈയിലെ ചിത്ര ചേച്ചിയുടെ കൃഷ്ണാടി ഡിസൈൻ എന്ന സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ റെക്കോർഡിങ്. അപ്പോൾ ചേച്ചി നമ്മുടെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഭാഗമായിട്ട് അന്ന് മ്യൂസിക് ഡയറക്ടറിനെയും ലിറിക് റൈറ്ററിനെ മാത്രമേ സ്റ്റുഡിയോയിൽ അവിടെ പെർമിറ്റ് ചെയ്തിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കയറുന്നു, ഞാനും വിനായകും വിത്ത് മാസ്ക് ഇട്ട് കയറുന്നു. ചേച്ചി സ്റ്റുഡിയോയിലേക്ക് ഞങ്ങളെ ബൂത്തിലേക്ക് വിളിച്ചിട്ട് ഈ പാട്ട് ചേച്ചിയുടെ ഡയറിയിലേക്ക് എഴുതിയെടുക്കുകയാണ്. ചേച്ചിക്ക് പിന്നെ ഡയറി ഉണ്ട്. അപ്പോൾ ആ ഡയറിയിലോട്ട് എഴുതിയെടുക്കുകയാണ് സിനിമയുടെ പേര്, ഡയറക്ടറിൻ്റെ പേര്, പ്രൊഡ്യൂസറിൻ്റെ പേര്, ലിറിക് റൈറ്റർ, മ്യൂസിക് ഡയറക്ടർ, ഇത്രയും ആദ്യം എഴുതിയെടുത്തു. അപ്പോൾ ഞാനും വിനായകും സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് വേറൊരു തലത്തിലെത്തി. കാരണം എത്രയോ ലെജൻഡറി മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ എത്രയോ ലെജൻഡറി സോങ്സ് എഴുതിയെടുത്ത ആ ഡയറിയിൽ ഞങ്ങളുടെ പേരും കൂടെ ആഡായി എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്നൊരു സിറ്റുവേഷനായിരുന്നു. പാടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പൊങ്ങി ചന്ദ്രനിലെത്തിയെങ്കിൽ പിന്നീട് ഞങ്ങൾ അതിനു മുകളിലേക്ക് പോയി, ശൂന്യാകാശത്തേക്ക് പോയി, വേറെ ലോകത്തിലോട്ടൊക്കെ പോയി. പിന്നെ ചേച്ചിയുടെ ഒരു വലിയ കാര്യം പറയേണ്ടത്, ചേച്ചി നമ്മളോട് കാണിക്കുന്ന ഒരു എളിമയുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു കറക്ഷൻ പറഞ്ഞാലൊക്കെ ഒരു തരത്തിലുള്ള മടിയും കൂടാതെ, ഒരു തരത്തിലുള്ള ഹെസിറ്റേഷൻസോ അല്ലെങ്കിൽ ഞാൻ സീനിയറാണ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ളൊരു ഭാവവുമില്ലാതെ, കോംപ്ലക്സസോ ഒന്നും ഇല്ലാണ്ട് ചേച്ചി അത് തന്നു. പിന്നീട് ഞങ്ങളതിൻ്റെ RRന് വേണ്ടി കുറച്ച് പോർഷൻസും കൂടെ ഹമ്മിങ്സും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു.
പിന്നീടാണ് അജിത്തേട്ടൻ അകത്ത് കയറിയിട്ട് ഈ പാട്ട് കേൾക്കുന്നത്. അജിത്തേട്ടൻ ആ പാട്ട് കേട്ട് കണ്ണ് നിറഞ്ഞ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു ചേച്ചിയുടെ ആ റെക്കോർഡിങ്ങിലൂടെ കടന്നുപോയത്. എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ ഇത്രയും വർക്കുകൾ ചെയ്യുമ്പോഴും ചെയ്തിട്ടും ഇത്രയധികം ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ച, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയ നിമിഷങ്ങളിൽ ഒന്നാണ് ചിത്രചേച്ചിയുമായിട്ടുള്ള റെക്കോർഡിങ്. അത് ആ പാട്ട് ആ സിനിമയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ലാസ്റ്റത്തെ ആ ഇമോഷണൽ രംഗങ്ങളിലും ഒക്കെ നമ്മൾ അതിൻ്റെ ട്യൂൺസാണ് യൂസ് ചെയ്യുന്നത്. അത് അന്നേ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്. അത് ചേച്ചി പാടുകയും കൂടെ ചെയ്തപ്പോഴാണ് ആ പാട്ടിന് അത്രത്തോളം ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റസിലോട്ട് ആ പാട്ടെത്തിയത്. സന്തോഷം എന്ന സിനിമയിൽ ചിത്രാമ്മ പാടിയിരിക്കുന്ന പാട്ട് പോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിശങ്കറാണ്. ഒരു മനോഹരമായ പ്രണയഗാനം, വമ്പൻ ഹിറ്റായി മാറിയ മറ്റൊരു ഗാനം കൂടെയാണത്. എങ്ങനെയാണ് ഹരിശങ്കറുമായിട്ടുള്ള ആ ഒരു കോംബോ? എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ പല പാട്ടുകളും പാടി ഹിറ്റാക്കിയിരിക്കുന്നത് ഹരിശങ്കറാണ്. അപ്പോൾ ഹരിശങ്കറിനോട് കുറച്ച് അടുപ്പം കൂടും, അല്ലെങ്കിൽ ഹരിശങ്കറിൻ്റെ പാട്ടുകളോട് ഇഷ്ടം കുറച്ച് കൂടും. എങ്ങനെയാണ് ഹരിശങ്കറുമായിട്ടുള്ള ആ ഒരു കോംബോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പാട്ടിൻ്റെ കമ്പോസിങ് സെക്ഷൻ, എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആ സിനിമയിലെ 2 പാട്ടുകളാണ് ഹരിശങ്കർ പാടിയിരിക്കുന്നത്. ഒന്ന് ശ്വാസമേ എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് നിത്യമാമനുമായിട്ട് ചേർന്നിട്ട്, പിന്നെ ഒന്ന് എന്നെഞ്ചോരം എന്ന് പറയുന്ന ഒരു പാട്ട്. ഈ ശ്വാസമേ എന്ന് പറയുന്ന പാട്ടിന്റെ കമ്പോസിങ് കുറച്ച് രസകരമായ കാര്യമായിരുന്നു. ഇതുപോലെ തന്നെ ഡയറക്ടറിന്റെ കൂടെ ഇരുന്നിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സോളോ സോങ് അല്ല, ഡിബേറ്റാണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ചെയ്യുകയാണ്. അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ശ്വാസമേയുടെ ആദ്യം വേറൊരു സിംഗർ കൊണ്ട് പാടിച്ചാലും ഞാനിങ്ങനെ മനസ്സിലൂടെ പോയി. പിന്നെയും ഇത് ഹരിശങ്കറിലേക്ക് തന്നെ വന്ന് നിൽക്കുകയായിരുന്നു. കാരണം ഹരിശങ്കർ ഈസ് ഓൾവേസ് ദെയർ. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ അരുൺ ചോദിച്ച പോലെ തന്നെ ഹരിശങ്കർ ഞാനോട്ടുള്ള പരിചയം തുടങ്ങുന്നത് അതിൽ നിന്നും എത്രയോ മുന്നെയാണ്. കാരണം അതിലൊന്നും അല്ല. ഞാൻ എൻ്റെ കർണാട്ടിക് മ്യൂസിക് ഗുരു എന്ന് പറയുന്നത് ഹരിശങ്കറിൻ്റെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഡോക്ടർ കെ ഓമനക്കുടി ടീച്ചറാണ്. ഹരിയെ എനിക്ക് കുട്ടിക്കാലം മുതലേ ഞാൻ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഹരി അവിടെ ഉണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഹരിയും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ ടീച്ചറുമായിട്ടും ഒക്കെ ആ ബന്ധം ഇപ്പോഴും അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനൊരു വൈബുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അപ്പോൾ ഹരി പിന്നെ സിംഗിങ് പ്രൊഫഷണലായിട്ട് ഹരി അതിലിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഹരിയെ പാടിക്കണം. അങ്ങനെ ഹരിയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റി, അല്ലെങ്കിൽ ശ്വാസമേ പോലെ വേറൊരു ഹിറ്റും എന്നെഞ്ചോരം അതൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് സംഭവിച്ചതാണ്, പക്ഷെ അത് ഒരുപാട് ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹരിശങ്കർ ഈസ് ഓൾവേസ് ദെയർ ഫോർ മീ. അപ്പോൾ ആ ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാട്ട് കേൾപ്പിക്കുന്നു, ഹരിക്ക് ഇഷ്ടപ്പെടുന്നു, അതൊന്ന് പാടുന്നു. നിത്യയെ വേറെ കുറച്ച് സിംഗേഴ്സിനെയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ നിത്യയിലേക്കാണ് പിന്നെ വന്ന് നിന്നത്. നിത്യത് ഗംഭീരമായിട്ട് പാടി. അത് പിന്നീട് അതിൻ്റെ സ്ട്രിങ് ഓർക്കസ്ട്ര അത്തരം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതൊക്കെ ശ്രാവൺ കൃഷ്ണകുമാർ, പിന്നെ വോക്കൽസ് അറേഞ്ച് ചെയ്തത് അങ്ങനെ ഒരുപാട് പേര്, വോക്കൽസ് അറേഞ്ച് ചെയ്തത് അമൽ. അപ്പോൾ അവരൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പാട്ടുള്ള ഒരു പാട്ടാണ് ശ്വാസമേ. അത് വിനായകൻ്റെ വരികളും അത് പിന്നീട് ആ കോമ്പിനേഷൻ തന്നെയാണ്, പവിഴമയുടെ കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ വർക്കായത്. വിനായക്, ഹരി, ഞാൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ പിന്നെ വർക്കായ ഒരു പാട്ടാണ് ശ്വാസമേ. പിന്നെ അതിൽ തന്നെ എന്നെഞ്ചോ. ചേട്ടാ, ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒരുപിടി മികച്ച ഗാനങ്ങളാണ് ചേട്ടൻ നമുക്കായി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പല മികച്ച ഗാനങ്ങളുടെയും പണിപ്പുരയിലുമാണ് താങ്കൾ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആസ് എ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് തനിക്ക് വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ തനിക്ക് വേണ്ട റെക്കഗ്നിഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും ചെയ്യേണ്ട തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? സ്വന്തമായി ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഒന്നുകിൽ ഞാൻ തന്നെയാണോ കാരണക്കാരൻ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ബാക്കിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സോഷ്യൽ മീഡിയയിൽ സജീവമാകാത്തതാണോ, ഇങ്ങനെ ചില ചിന്തകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ചേട്ടൻ എന്താണ് ചേട്ടൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് വേണ്ടത്ര പരിഗണന ഇതുവരെ ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ചേട്ടന് പറയാനുള്ളത്? അതിന് ഒരു പരിധിവരെ ഞാൻ കാരണമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ നല്ല പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല കാര്യം. കാരണം നമ്മൾ അതിനു വേണ്ടി വേറെ ഒരുപാട് PR വർക്കുകളും ഒക്കെ ചെയ്യാറുള്ളതാണ്. ഞാൻ ആ കാര്യത്തിൽ വളരെ പിറകിലായിരുന്നു. ഇനി ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മ്യൂസിക് കമ്പോസിങ് വേറെ അടുത്തൊരു നെക്സ്റ്റ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത പാട്ടുകളിലേക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് റിലീസുകൾ, അടുത്ത ഒരു റിലീസ് വരുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന് പറയുന്ന സിനിമയാണ്.
ദീപു കരുണാകരൻ, ദീപു ചേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഇന്ദ്രേട്ടനും അനശ്വരയും അഭിനയിച്ച സിനിമ. 2 പാട്ടുകൾ ഇപ്പോൾ റിലീസായി കഴിഞ്ഞു. ബാക്കി പാട്ടുകൾ വരുന്നുണ്ട്. 3 പാട്ടുകളും ഇനിയുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുണ്ട്. പിന്നെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഭാസി അഭിനയിച്ച ഫിലിം അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വേറെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ ഹിറ്റ് ആവുക എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒരു ടൈമാണ്. ഇപ്പോൾ നമ്മളൊരു പാട്ടിറക്കി നല്ല പാട്ടായിരുന്നിരിക്കാം, അതിറങ്ങുന്ന സമയത്ത് അതിനേക്കാളും വൻ ഹിറ്റാവുന്ന വേറൊരു പാട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ താഴെ പോകും. പിന്നീടായിരിക്കും അതിന് ഒരു കേൾവിക്കാർ അല്ലെങ്കിൽ ലിസണേഴ്സിനെ കിട്ടുന്നത്. അപ്പം അങ്ങനെ കുറേ ഈ പറയുന്ന പോലത്തെ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര നല്ല പാട്ടുണ്ടാക്കിയിട്ടും എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ലല്ലോ എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇനിയും വർക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇനിയും പുതിയ മേഖലകൾ അല്ലെങ്കിൽ ഇതിൻ്റെ PR വർക്ക് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് നിരാശയില്ല, വിഷമമില്ല. ഇത് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഒരു പാട്ട് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ചേട്ടൻ നോക്കുക? അതായത് ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാർ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അത് ആരാണ് പാടിയിരിക്കുന്നത്, അതെന്താണ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എന്താണ്, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് ഒരു പാട്ട് ചേട്ടൻ കമ്പോസ് ചെയ്യുക? അരുൺ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാറുള്ളതാണ്. പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ആ സിനിമയുടെ മൂഡ്, ആ സീക്വൻസിന്റെ മൂഡ്, ഡയറക്ടർ നറേറ്റ് ചെയ്ത് വരുന്ന ബ്രീഫുമാണ് നമ്മുടെ ഫസ്റ്റ് കൺസേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് നമുക്കൊരു പാട്ട് വർക്ക് ചെയ്യാനുള്ളത്. ഡയറക്ടറിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു റെഫറൻസ് ഉണ്ടാവും, അതൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാട്ട് പോലത്തെ അതിൻ്റെ ഒരു മൂഡായിരിക്കാം. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അതിനുശേഷം പിന്നീട് അതിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വേറെ സ്റ്റേജസിലോട്ട് പോയിട്ടുണ്ടാവാം, വേറെ ഡെവലപ്മെൻറ്റുകൾ വരുമായിരിക്കാം. പിന്നീടാണ് പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം ലിറിക്സും കൂടെ കിട്ടിയതിന് ശേഷമാണ് ശരിക്കും സിംഗറിലേക്ക് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് പലപ്പോഴും ഈ പുതിയ വോയിസസിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഇപ്പോൾ പുതിയ സിംഗേഴ്സിനെ ഞാനിപ്പോൾ മിസ്റ്റർ മിസ്സസ് ബാച്ചിലുള്ള പല പാട്ടുകളിലും ഞാൻ പുതിയ സിംഗേഴ്സിൻ്റെ ശബ്ദം യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ സിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലാത്ത ബഡ്ഡിങ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള പല സിംഗേഴ്സിനെയും ഞാനതിനകത്ത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ വിളിച്ച് ഞാൻ പാടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുന്നതൊക്കെ ഞാൻ പാട്ട് കഴിഞ്ഞിട്ടേ ഞാൻ നോക്കാറുള്ളൂ, ആരെ കൊണ്ട് പാടിക്കണം അല്ലെങ്കിൽ എങ്ങനെ. ഒരു സിംഗറിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനത് ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അങ്ങനെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് വരുന്നില്ല. ഇതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഡയറക്ടറിന് വേണ്ടത്, ആ വിഷ്വലിന് സിനിമയ്ക്ക് എന്താണ് വേണ്ടത്. ചിലപ്പോൾ ഡയറക്ടർ പറയുന്ന കാര്യത്തിൽ നമുക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാകും, നമുക്ക് ഇങ്ങനൊരു സാധനം ചെയ്ത് നോക്കിയാലോ. അത് നമ്മളൊരു ഡിസ്കഷനിലൂടെയൊക്കെ രണ്ടുപേരും ഒരു സ്ഥലത്ത് എത്തിച്ചേരും, ഒരു ജംഗ്ഷനിൽ എത്തിച്ചേരും. അവിടുന്ന് പിന്നെ നമ്മളത് വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ഇതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും ചില പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാകും. അതായത് ചേട്ടൻ തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞു ചിത്രേച്ചി അത്രമേൽ ഇഷ്ടമാണ്. ചേട്ടന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ചിത്രേച്ചി ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അത്രയും ഇഷ്ടമാണ് ചേച്ചിയെ. അതുപോലെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ചേട്ടന് ഇനി കമ്പോസ് ചെയ്യുന്ന പാട്ടുകളിൽ ഇന്ന വ്യക്തി പാടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാടിയെങ്കിൽ കൊള്ളാം എന്ന് ചിന്തയുള്ള ഏതെങ്കിലും ഒരു ഗായകൻ, അങ്ങനെയുള്ള ആരെങ്കിലും മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ ഇന്ന ആള് എൻ്റെ പാട്ടുകൾ ഇനി പാടണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ആരെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ? എന്നാൽ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് വേദനയോടെ, സങ്കടത്തോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഞാനിതൊരു ഇൻ്റർവ്യൂവിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിട്ടില്ല. നമ്മൾ മ്യൂസിക് കമ്പോസറായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫേവറേറ്റുകൾ എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദങ്ങൾ നമ്മുടെ സംഗീതത്തിലൂടെ വരണം, അല്ലെങ്കിൽ നമ്മുടെ സംഗീതത്തിൽ ആ ശബ്ദങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളത് ഏതൊരു മ്യൂസിക് കമ്പോസറിൻ്റെയും ആഗ്രഹമായിരിക്കും. ഇപ്പോൾ ഏതൊരു മ്യൂസിക് ഡയറക്ടറോട് ചോദിച്ചാലും അവരുടെ ഫേവറേറ്റുള്ള സിംഗേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. അതിനും ചെയ്യുന്നതിന് മുൻപ് ഒരു സിനിമ വർക്ക് ചെയ്തിരുന്നു, ആണെങ്കിലും അല്ലെങ്കിലും എന്നൊരു പടം. അത് പക്ഷേ പിന്നീട് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. അതിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരുന്നു. ആ പാട്ട് ഒരു സിംഗറിനെ കൊണ്ട് പാടിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മാനേജറുമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷൻ നടക്കുകയും ആ പാട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ വരെ എത്തുകയും ചെയ്തിട്ട് പിന്നീട് അത് നടന്നിട്ടില്ല. അത് ഏറ്റവും വലിയ സങ്കടം
ഇനി ഒരിക്കലും വേറൊരു പാട്ട് ആ സിംഗറിനെ കൊണ്ട് എനിക്ക് പാടിക്കാൻ പറ്റില്ല. ആ സിംഗറിൻ്റെ പേരാണ് SPBയെ കൊണ്ട് ആ പാട്ട് പാടണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും അത് ഒരേ ശബ്ദത്തിൽ അംഗീകരിച്ച്, പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം അംഗീകരിച്ചൊരു സിറ്റുവേഷനാണ്. അപ്പോൾ പക്ഷേ അത് സാധിച്ചില്ല. ഇനി അത് സാധിക്കുകയുള്ളൂ. എൻ്റെ മ്യൂസിക് പ്രൊഫഷനിൽ എൻ്റെ ഏറ്റവും വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട സിംഗേഴ്സിൽ പലരെയും എനിക്ക് പാടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ അവർ ഇത്രയും ലെജൻഡറി സിംഗേഴ്സിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അത്രത്തോളം ഗംഭീരമായ, അല്ലെങ്കിൽ അത്രത്തോളം നല്ല ട്രാക്കുകൾ വരണം. അത്രത്തോളം നല്ല ട്രാക്കുകൾ വന്നാൽ മാത്രമേ എനിക്ക് അവരെ വിളിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെയുള്ള പാട്ടുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു കഴിഞ്ഞാൽ, ബഡ്ജറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒത്തു വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിളിക്കണമെന്ന് ആഗ്രഹമുള്ള ബഞ്ച് ഓഫ് സിംഗേഴ്സ് ഇവിടെ ഉണ്ട്. അത് ഉറപ്പായിട്ടും. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പേരെടുത്ത് പറയുമ്പോൾ നമുക്ക് തന്നെ പറയാം. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഹരിജി, ശങ്കർജി, ശ്രീനിവാസ് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീനിവാസ് സാറിനെ ഞാൻ 3 തവണ പാടിച്ചിട്ടുണ്ട്. പക്ഷേ 3 തവണയും എൻ്റെ പാട്ടിന് വേണ്ടിയിട്ടല്ല, ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുത്ത ചില പാട്ടുകളെ പാടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീനിവാസ് സാറിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ശ്രീനിവാസ് സാറ് സിംഗേഴ്സിൽ ഇപ്പോൾ സുജാത ചേച്ചി, ശ്വേത, ശ്രേയ, അങ്ങനെയുള്ള പലരെയും നമുക്ക് ഭയങ്കര നമ്മുടെ മറ്റേ സ്റ്റാർസ് എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് പാടിക്കാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി പാടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു സിംഗറുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ചിത്ര ചേച്ചി. പിന്നെ ഒന്നാണ് പ്രദീപ് കുമാറിനെ കൊച്ചാൾ എന്ന സിനിമയിൽ ഇല്ലാമയുടെ ചാറ്റിൽ നിന്നൊരു പാട്ട് എനിക്ക് പാടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രദീപ് കുമാർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സിംഗറാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ വന്നിട്ടുള്ള പല സിംഗേഴ്സിനെ കൊണ്ടും എനിക്ക് ഇതുവരെ പാടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് സിയ ഉൾ ഹക്ക്. സിയയുടെ സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സിയയുടെ ഒരു ഭയങ്കര യുണീക്ക് വോയിസിങ് സ്റ്റൈലും ഒക്കെയാണ്. സിയയെ കൊണ്ട് പാട്ട് പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പോഴത്തെ സിംഗേഴ്സിൽ. അവരെ കൊണ്ടൊക്കെ പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് മാത്രം ഞാനിപ്പോൾ പറയുന്നു. എനിക്കിനി അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്നറിയോ? അതായത് 2024 അവസാനിച്ചു കഴിഞ്ഞു, 2025 തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചേട്ടൻ മനസ്സിൽ തട്ടിയ ഒരു 5 പാട്ടുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പാട്ടുകളായിരിക്കും ചേട്ടൻ പറയുക? കാരണം ഒരുപാട് മികച്ച സിനിമകൾ, മികച്ച ഗാനങ്ങൾ, പുതുമുഖ താരങ്ങളൊക്കെ ലഭിച്ച ഒരു വർഷമാണ് 2024. സോ ചേട്ടൻ ചോദിക്കുവാണ്, ചേട്ടന് പ്രിയപ്പെട്ട 5 പാട്ടുകൾ പറഞ്ഞാൽ ഏതൊക്കെ പാട്ടുകളെ കുറിച്ചായിരിക്കും ചേട്ടൻ പറയുക? ഇതൊരു ഡെഫിനറ്റ് റാങ്കിങ് ഓർഡറിലൊന്നും അല്ല പറയുന്നത്. ഞാൻ വളരെ റാൻഡമായിട്ട് പറയാം. നമ്മുടെ ആവേശത്തിലെ ജാട എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതിൻ്റെ കമ്പോസിങ് ആയാലും പ്രോഗ്രാമിംഗ് ആയിരുന്നാലും മിക്സും പിന്നെ ഫാസി പാടിയിരിക്കുന്നതെല്ലാം വിനായകൻ ലിറിക്സും സൂപ്പർ ടോപ്പ് നോച്ചാണ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയ സാധനമാണ്. കേട്ടപ്പോൾ തന്നെ അങ്ങോട്ട് പമ്പടിച്ച് കയറിയൊരു ഒരു പാട്ടാണത് ജാട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെഫിനറ്റ് ഓർഡറിലല്ല പറയുന്നത്. പിന്നെ എനിക്ക് തോന്നി വളരെ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയ പാട്ടാണ് റൈഫിൾ ക്ലബിലെ ഗന്ധർവ ഗാനം. ഞാൻ ഒരു ഹാർഡ് കോർ റെക്സേട്ടൻ ഫാനാണ്. റെക്സേട്ടൻ്റെ മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. റെക്സേട്ടൻ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടിങ്ങും ഭയങ്കര രസമാണ് റെക്സേട്ടൻ്റെ സോങ്സ്. അപ്പോൾ റെക്സേട്ടൻ കെയിം അപ്പ് വിത്ത് എ ബാങ്ക്. ഒരു ഗംഭീര കമ്മിങ് ബാക്ക് ആയിരുന്നു ഈ ഗന്ധർവഗാനം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു പാട്ടാണ്. നമ്മുടെ വാഴ സിനിമയിലെ അതിമനോഹരം എന്ന് പറഞ്ഞിട്ട് ജിത്പ്രകാശ് പാടിയ പാട്ട്. അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഭയങ്കര സട്ടിൽ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഭയങ്കര റോ ആയിട്ടുള്ള, ഭയങ്കര രസമുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആയിട്ടാണ് അതിമനോഹരത്തിലെ പാട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് പ്രേമലുവിലെ മിനി മഹാറാണി. ഈ മിനി മഹാറാണി കേട്ടപ്പോൾ ഞാൻ വിഷ്ണുവിന് മെസ്സേജ് അയച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടപ്പോൾ എനിക്കൊരു ARRൻ്റെ പാട്ട് പോലെ തോന്നി. ഭയങ്കര അടിപൊളി വൈബുള്ള ഒരു സൂപ്പർ ഒരു സ്വിങ് സാധനം, ഗംഭീര വൈബുള്ളൊരു പാട്ട്, നല്ല ഹൈ വോൾട്ടേജിൽ നല്ല കാലിപ്പ് സാധനം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. 5ാമത് പറയാൻ പോകുന്നത് ഈ ഇടയ്ക്ക് ഒരു ലൂപ്പ് മോഡിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നൊരു തമിഴ് പാട്ടാണ്. അതത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടൊന്നുമല്ല. അത് വാഴൈ തമിഴ് പടത്തിലെ സന്തോഷ് നാരായണൻ ചെയ്ത ഒത്തച്ചട്ടിച്ചോറ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പാടിയിരിക്കുന്നത് നമ്മുടെ കപിലിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറയാൻ വിട്ടുപോയൊരു ഒരാളാണ് കപിലിനെ കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തോ ആ പ്രോജക്റ്റ് നടക്കാതെ പോയി. ഞങ്ങളിപ്പോൾ വേറൊരു പ്രോജക്റ്റിൻ്റെ കാര്യം ഡിസ്കഷനിലാണ്.
കപിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിംഗറാണ്. ഹൈലി ടാലൻറ്റഡ് സിംഗറാണ് കപിൽ. അപ്പോൾ കപിൽ പാടിയ ഒത്തച്ചട്ടി ചോർന്നുള്ളൊരു പാട്ട് എനിക്ക് എത്ര കേട്ടാലും മതി വരുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ ലൂപ്പ് മോഡ് എന്ന് പറയുന്നത് ആ പാട്ടാണ്. അതൊരു സൂപ്പർ സോങ് ആണ്. കേട്ടില്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്കും കേട്ടോ. ഞാനൊന്ന് സജസ്റ്റ് ചെയ്യാണ്. ഇതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു ടോപ്പ് 5 പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇനിയും പാട്ടുകളുണ്ട്. ടോപ്പ് 5 പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ പാട്ടിലാണ് ഇതെല്ലാം. ജയരിച്ചേട്ടനെ സംബന്ധിച്ച് ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല താങ്കൾ, നല്ലൊരു പാട്ടുകാരൻ കൂടെയാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, വേറൊന്നുമല്ല, വ്യത്യസ്തമായ ഒരു ശബ്ദത്തിനുടമയാണ് താങ്കൾ. പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടൻ കുറച്ച് സമയം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പിന്നണി ഗാന രംഗത്തേക്കൊന്ന് കാലെടുത്ത് വയ്ക്കാത്ത, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം അതിനായിട്ട് ചെലവഴിക്കാത്തത് എന്താണ്? അതോ മ്യൂസിക് ഡയറക്ഷനാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ്? എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ? മ്യൂസിക് ഡയറക്ഷൻ ഇഷ്ടപ്പെട്ട ഫീൽഡായിട്ട് ചൂസ് ചെയ്യാൻ കാരണം അങ്ങനെ ഒരു പ്രത്യേക കാരണമൊന്നുമില്ല. അതിലോട്ട് വന്നുപെടുകയാണ് ചെയ്തത് എന്നാണ് തോന്നുന്നത്. കാരണം മ്യൂസിക് ഡയറക്ടർ ആകുക എന്നുള്ള ആഗ്രഹം ഒരു 10th മുതലേ ഉള്ളൊരു കാര്യമാണ്. 10th അത് കഴിഞ്ഞ് 10th കഴിഞ്ഞ ഉടനെ ഞാൻ കീബോർഡും പിയാനോയും പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ കമ്പോസിങ് എന്ന് പറയുമ്പോഴേക്കും വെസ്റ്റേൺ മ്യൂസിക് ഇവിടെ അറിഞ്ഞിരുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ബോധം എവിടെന്നോ പറഞ്ഞു കേട്ടൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ തുടങ്ങും. ഇപ്പം അന്ന് തൊട്ടേ കമ്പോസർ ആവുക എന്ന് പറയുന്നൊരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു. ഇപ്പം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഞാൻ സിംഗറായി മാറണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് വളരെ ചെറുപ്പത്തിലെ എന്നെ കർണാടിക് മ്യൂസിക് പഠിപ്പിക്കാൻ കൊണ്ടാക്കിയത്. പക്ഷേ കർണാടിക് മ്യൂസിക് പാടാനൊക്കെ അന്ന് ആഗ്രഹമായിരുന്നു. ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ ചെമ്പൈ സംഗീതോത്സവത്തിന് പാടുന്നുണ്ട്. പിന്നെ ചെറിയ വേറെ സ്റ്റേജസ് ഒക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ അടുത്ത കാലം വരെ ഒരു സിംഗറായി വരണമെന്ന് എന്തുകൊണ്ടോ തോന്നിയിട്ടില്ല. കാരണം കൂടുതൽ ടൈമും മ്യൂസിക് ഡയറക്ഷന് വേണ്ടി സമയം ചെലവഴിച്ചതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഇടയ്ക്ക് കുറച്ച് പാട്ടുകൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫുൾ സോങ് ഞാൻ സിനിമയിൽ പാടുന്നത് സന്തോഷത്തിലെ ക്ലൈമാക്സിലുള്ള അന്തിമുകിൽ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അത് എന്നെ കൊണ്ട് പാടിക്കാനുള്ള കാരണം ഡയറക്ടറിന്റെ നിർബന്ധമാണ്. അത് നീ തന്നെ പാടിയാൽ മതി എന്ന് അജിത്തേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പാടിയത്. പിന്നീട് വന്നിട്ടുള്ള പടങ്ങളിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലറിലും ഞാൻ 2 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയാണ് ഇപ്പോൾ ഈ ആട്ടുതൊട്ടിൽ ഞാനത് ഒന്നുകൂടെ കവർ ചെയ്യും. ഇപ്പം ഞാൻ ഇപ്പം ഇൻസ്റ്റ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ കുറേ റീൽസ് ഞാൻ പാടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ പാടുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ സിംഗ് ചെയ്യുന്നതിന് കുറവുകളുണ്ടാവാം. പക്ഷെ അത് പരിഹരിച്ചാൽ ബാക്കി ഞാൻ ഐ ലവ് മൈ സിംഗിങ്. ഐ ലവ് സിംഗിങ്. ഓക്കെ, പാടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് പാടും. സോ ഇനി ഒരു ഒരു സിംഗറായിട്ട് എത്രത്തോളം എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ എം ഗോയിങ് ടു ട്രൈ ഫോർ ദാറ്റ്. ഡെഫിനറ്റ്ലി ഞാൻ അതിൽ കൂടുതൽ വർക്ക് ചെയ്യാനും ഒക്കെ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും മ്യൂസിക് കമ്പോസറായി നിലനിൽക്കും, അത് സംശയമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ സിംഗിങ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ അതിന് ഒരു റെഫറൻസ് നമുക്ക് അനിരുദ്ധിനൊക്കെ പറയാം. അനിരുദ്ധ് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി പാടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ഒരാഗ്രഹമാണ്. എത്രത്തോളം പറ്റുമെന്നറിയില്ല. എന്നാലും ഞാനത് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2019 അതിരൻ എന്ന സിനിമയിൽ നിന്ന് തുടങ്ങി 18 Hours, കൊച്ചാൾ, അതുപോലെ തന്നെ എല്ലാം സെറ്റാണ്, സന്തോഷം, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തുടങ്ങി ഒരുപിടി മികച്ച സിനിമകളുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു താങ്കൾ. ഇനി ആ പട്ടികയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഗാനങ്ങളുടെ പട്ടികയിലേക്ക് ഞങ്ങൾക്കായിട്ട് നൽകാനായിട്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ അല്ലെങ്കിൽ ആ സിനിമകൾ ഏതൊക്കെയാണ്? അതായത് താങ്കളുടെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് ഞങ്ങളുടെ ശ്രോതാക്കൾക്കായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? അതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നു. നല്ല പാട്ടിനെയും ബാക്ക് മ്യൂസിക്കിനെയും കുറിച്ച് അഭിപ്രായം കിട്ടിയൊരു പടമാണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ. അത് ഉടനെ തന്നെ റിലീസ് ഉണ്ടാവും. നെക്സ്റ്റ് വരാൻ പോകുന്ന ഫിലിം, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിമാണ് ക്രെഡിറ്റ് സ്കോർ. അത്രയുമാണ് ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ്. ബാക്കി പല പ്രോജക്റ്റുകളും ഇങ്ങനെ ഓൺ ഡിസ്കഷനിലും ഒക്കെ നിൽക്കുന്നുണ്ട്. എല്ലാം കുറച്ച് നല്ല പ്രോജക്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ അതൊക്കെ സംഭവിക്കുന്ന സമയത്തേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ചേട്ടാ, ഓരോ സിനിമയിലെ പാട്ടുകളും വ്യത്യസ്ത അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ആ ഓരോ പാട്ടുകളുടെ കമ്പോസിങ് സെക്ഷനും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. മാത്രമല്ല ഓരോ സംവിധായകരുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതും ഓരോ അനുഭവങ്ങളാണ് ലഭിക്കുക. അതായത് വ്യത്യസ്തമായിട്ടുള്ള പാഠങ്ങളാണ് പഠിക്കുക അല്ലെങ്കിൽ ലഭിക്കുക. ഇതിലൊക്കെ ചേട്ടന് ഏറ്റവും അടുപ്പം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ട് എനിക്ക്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു സംവിധായകൻ ആരാണ്? അതുപോലെ തന്നെ ഈ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഓരോ സംവിധായകരുടെ കീഴിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഓരോ സംവിധായകരും ഓരോ സ്കൂൾസാണ്.
ഓരോരുത്തരുടെയും ബ്രീഫുകളുടെയും ഓരോരുത്തരുടെയും ഐഡിയോളജി ഇൻ ആർട്ടിസ്റ്റിക് സെൻസ്, അവരുടെ എസ്തറ്റിക് സെൻസുമായിട്ട് നമ്മൾ പെട്ടെന്ന് കോറിലേറ്റഡ് ആവുക, റാപ്പോ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് ഞാനിതിൽ നിന്നും പെട്ടെന്ന് പഠിച്ചൊരു കാര്യം. ആദ്യ തവണയൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു ആ കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് നമ്മുടെ ഒരു ചിന്താഗതിയെ മാറ്റി അവരുടെ ചിന്താഗതിയിലോട്ട് പോകാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടക്കത്തിൽ. അപ്പോൾ അതിരൻ കഴിഞ്ഞപ്പോൾ തന്നെ അത് മാറി തുടങ്ങി. സോമന്റെ കൃതാവും സന്തോഷവും ഒക്കെ വർക്ക് തുടങ്ങുമ്പോഴേക്കും അത് പാടെ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ ഇപ്പം നമ്മുടെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സിറ്റുവേഷൻ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേറൊരു വിഷ്വൽ കിട്ടാം, അതിന് നമുക്ക് വേറൊരു മ്യൂസിക് കിട്ടാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഡയറക്ടറിന്റെ വിഷ്വലാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഡയറക്ടറിന്റെ വിഷനാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. സോ നമ്മൾ കൂടുതലും അതിലോട്ട് തന്നെ കൊടുക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പൊ നമ്മുടെ വിഷൻ അനുസരിച്ച് അദ്ദേഹം അതിനെ മാറ്റാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം റീതിങ്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന് വേറൊരു രീതിയിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് എനിവേ ഡയറക്ടർ തന്നെയാണ് അവിടെ, ഹീസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ബ്രീഫുകൾക്ക് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രൊവൈഡഡ് നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും. ഓരോ സംവിധായകർ, ഇപ്പം വിവേക് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാം സെറ്റാണിന്റെ ഡയറക്ടർ വിനു ശ്രീധർ, സന്തോഷിന്റെ ഡയറക്ടർ അജിത്തേട്ടൻ, പിന്നെ രോഹിത്, ഇപ്പോൾ സ്ഥാനത്ത് ശ്രീകുട്ടിന്റെ ഡയറക്ടർ ബിനേഷ്, ഇമ്പത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീജിത്ത്, ഇവരൊക്കെ ഓരോ പേഴ്സണാലിറ്റീസ് ആണ്, ഓരോ തരത്തിലുള്ള ആർട്ടിസ്റ്റിക് എസ്തറ്റിക് സെൻസുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്ന നമ്മൾ രണ്ടുപേരും ഡയറക്ടർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഒരേ ലെവലിൽ ഒരേ പോയിന്റിൽ എത്തുമ്പോഴാണ് നല്ല പാട്ടുകൾ അല്ലെങ്കിൽ നല്ല മ്യൂസിക് ഉണ്ടാകുന്നത്. അത് എത്ര വേഗത്തിൽ എത്താൻ പറ്റുമോ അത്ര വേഗത്തിൽ എത്തുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു പാഠം. 2024 നമ്മളിവിടെ കടന്നുപോയി, 2025 നമ്മളിത് കടന്നിരിക്കുകയാണ് അല്ലെ. ഓരോ വർഷം, ഓരോ പുതിയ വർഷം നമ്മളിലേക്ക് എത്തുമ്പോഴും നമ്മളൊക്കെ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കും. അതിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് ആ വർഷം അവസാനം നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ചിലപ്പോൾ ചിലത് വെറും തീരുമാനങ്ങളായിരുന്നു എന്നുള്ളത് മാത്രം. അതായത് ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ പറ്റിയിട്ട് ചേട്ടൻ എന്തൊക്കെയാണ് ഈ 2025 തുടങ്ങിയ സമയത്ത് മനസ്സിലെടുത്തിരിക്കുന്ന ചില പ്ലാനുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, അല്ലെങ്കിൽ നല്ല പാട്ടുകൾ ചെയ്യണം, നല്ല പാട്ടുകൾ പാടണം, അങ്ങനെയുള്ള എന്തൊക്കെ റെസൊല്യൂഷനാണ് ചേട്ടൻ ഈ വർഷം മനസ്സിലെടുത്തിരിക്കുന്നത്? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നിർത്തിയിട്ട് 10 വർഷത്തിൽ കൂടുതലായി. കാരണം റെസൊല്യൂഷൻ എടുക്കുന്ന ഒന്നും എഫക്റ്റീവ് ആവാറില്ല. പല കാര്യങ്ങളും, മ്യൂസിക് മാത്രമല്ല വേറെ പല തീരുമാനങ്ങളും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിട്ട് ഇങ്ങനെ പ്രതിജ്ഞ പോലെ എടുക്കാറുണ്ട്. അതൊക്കെ പിന്നെ പെരുവഴിയിലാവാറാണ്, പാതി വഴിയിലാവാറാണ് പതിവ്. അതുകൊണ്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ ഇൻ മ്യൂസിക്. പിന്നെ സിംഗിങ് എന്ന് പറയുന്നൊരു കാര്യം കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്നൊരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ കുറച്ചുകൂടെ കുറച്ച് ടൈം കൊടുക്കണം, അല്ലെങ്കിൽ ടൈം കണ്ടെത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് ട്രാക്കുകളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് പാരലി. അതിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു റെസൊല്യൂഷനാണെന്ന് പറയാം. പക്ഷെ അതിപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ടല്ല, ഞാനത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, ഈ ഇയറിൽ അത് കൊണ്ടുപോകണം എന്നുള്ളത് ഒരാഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് തൽക്കാലം ഉള്ളത്. ഇതിനെ കൂടുതലായിട്ട് വേറെ 2025 നമുക്ക് നല്ലൊരു വർഷമായിരിക്കണം, നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം. നമ്മുടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, എല്ലാവരും ഇഷ്ടമുള്ളവരെല്ലാവരും കൂടെ ഉണ്ടാകണം. അങ്ങനെ ഒരു ഇപ്പോഴെന്താണോ ആ മാനസികമായ നമ്മുടെ സന്തോഷം, ആ സന്തോഷം തരുന്ന കാര്യങ്ങളെല്ലാം അടുത്ത വർഷവും ഉണ്ടാവണം, ഇനിയുള്ള വർഷങ്ങളിലെല്ലാം ഉണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട്. ജേരി ചേട്ടാ, ഒരുപാട് സന്തോഷം. കാരണം താങ്കളെപ്പോലൊരു വ്യക്തിയുമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു. പല പാട്ടുകളുടെയും കമ്പോസിങ് സെക്ഷൻ അല്ലെങ്കിൽ കമ്പോസിങ് വിശേഷങ്ങൾ കേട്ടു. നമ്മൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുടെ കമ്പോസറാണ് താങ്കളെന്ന് തിരിച്ചറിഞ്ഞ് താങ്കളുമായിട്ട് സമയം ചെലവഴിക്കാൻ സാധിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിലൊപ്പം എന്തായാലും ഉറപ്പാണ് ഞങ്ങളുടെ ശ്രോതാക്കളും ഹാപ്പി ആയിരിക്കും. കാരണം ആ പാട്ടുകൾ അത്രയും ഹിറ്റായ സമയത്ത് നമ്മൾ പലരും അന്വേഷിച്ചൊരു മുഖമാണ് ഇത് ആരുടേതാണെന്നുള്ളത്. എന്തായാലും ആ വ്യക്തിയുടെ വിശേഷങ്ങൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതും ചേട്ടാ, എന്താണ് ഞങ്ങളുടെ ശ്രോതാക്കളോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേട്ടന് പറയാനുള്ളത്? പുതുവർഷമാണ്, അല്ലെങ്കിൽ എന്താണ് ചേട്ടന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? ഓരോ വർഷവും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളതിനെ തിരിച്ചൊന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതും അനുഭവിച്ചിട്ടുണ്ടാവും, നല്ലതും ചീത്തയുമായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടേണിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളും സങ്കടങ്ങളും ചിലപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം ശരിക്കും ഓരോ പാഠങ്ങളായിട്ട്, ലെസൺസ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സങ്കടം വരുമ്പോൾ സങ്കടപ്പെടണം, സന്തോഷം വരുമ്പോൾ സന്തോഷപ്പെടണം. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് വെക്കാറുണ്ടെങ്കിലും
ആ സന്തോഷം അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ആണെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെയും വേവലാതിപ്പെടുകയോ അങ്ങനെ ചെയ്തു പോയാലോ സംഭവിച്ചു പോയാലോ സങ്കടപ്പെടുകയോ ചെയ്യാതെ അതിനി സംഭവിക്കാതിരിക്കാൻ എന്ത് വേണം? നമ്മൾ നമ്മുടെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തെറ്റ് കൊണ്ടാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ വേറെ എന്ത് കാരണം കൊണ്ടാണോ ആ കാരണങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, ആ കാരണത്തെ നമ്മുടെ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ പണം കൊടുത്താൽ കിട്ടാത്തതായിട്ട് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നമുക്ക് ഒട്ടും വാങ്ങാൻ കഴിയാത്തൊരു കാര്യം മനസമാധാനമാണ്. അത് നമുക്ക് സന്തോഷവും മനസമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും, എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവരിക. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ത്യജിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വർഷം നിറഞ്ഞ സന്തോഷത്തോടെ ഒരുപാട് സമാധാനത്തോടെ നമുക്ക് ചിരിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷത്തിലേക്ക് കടക്കട്ടെ. ഉള്ളു നിറഞ്ഞുള്ള ആ ചിരി ഈ വർഷം മുഴുവനും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. സോ വി ഹാവ് ടു കീപ്പ് അവർ ഹെഡ് ഹെൽഡ് ഹൈ ആൻഡ് വി ഹാവ് ടു കീപ്പ് അവർ ദ സ്മൈൽ ഇൻ ദ ഫേസ് ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ. എല്ലാവർക്കും, മധുരനാരങ്ങയുടെ ശ്രോതാക്കൾക്കും അരുണിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹോൾ ഹാർട്ടഡ് ന്യൂ ഇയർ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. താങ്ക് യു. തൽക്കാലം ഇന്ന് മധുര നാരങ്ങയിൽ നിന്ന് ഞാൻ വിട പറയുകയാണ്. നമ്മളിനി വീണ്ടും കേട്ടുമുട്ടും അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡുമായിട്ട്. ഏറെ മനോഹര ഗാനങ്ങളും ഒക്കെയായി. അതുവരേക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുന്നുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.